8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 സ്ക്വയർ ഐഡൻറ്റിറ്റീസ് ആണ് ഇന്നത്തെ ക്ലാസ്. ഇതും വർഗ്ഗസമവാക്യങ്ങൾ. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സ്ക്വയേഴ്സ് ഓഫ് സംസ് ആണ്, അതായത് തുകയുടെ വർഗ്ഗം. 6ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ 36നെ എന്ത് ചെയ്യും, 30 + 6 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യും. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ബോക്സ് വരച്ച് പഠിച്ചായിരുന്നു അല്ലേ. ഈ ഒരു ബോക്സിൽ നോക്കി, ഇവിടെ 30 എന്നും 6 എന്നും എഴുതിയിട്ടുണ്ട്, ഇവിടെയും 30 എന്നും 6 എന്നും എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ 30 × 30 900 എന്ന് കിട്ടും. 30 × 6 180. അതുപോലെ ഇവിടെയും 6 × 30 180. 6 × 6 36. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 36ൻ്റെ സ്ക്വയർ കിട്ടും. ഇവിടെ 900 + 180 + 180 + 36 എന്നുള്ളത് എന്ത് കിട്ടും, 36ൻ്റെ സ്ക്വയർ കിട്ടും. നമ്മൾ എഴുതുമ്പോൾ നോക്കണം, ഇതെന്താണ്, 30ൻ്റെ സ്ക്വയർ. അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. 36ൻ്റെ സ്ക്വയർ എന്ത്, 30ൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടെ നോക്ക് 30 × 6 എത്ര തവണ വന്നിട്ടുണ്ട്, 2 തവണ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് എന്ത് എഴുതാം, 2 × 30 × 6 എന്ന് എഴുതാം. പ്ലസ് 6 × 6 എന്താണ്, 6ൻ്റെ സ്ക്വയർ. കാരണം 36ൻ്റെ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം, 30 + 6ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. അതിൻ്റെ 30 സ്ക്വയർ പ്ലസ് 2 × 30 × 6 പ്ലസ് 6 സ്ക്വയർ എന്ന് എഴുതാം. ആൻസർ എന്ത് വരും, 1296 എന്ന് വരും. രണ്ട് നമ്പേഴ്സിനെ നമ്മൾ എക്സ് എന്നും വൈ എന്നും എടുക്കും. എക്സ് + വൈ ദി ഹോൾ സ്ക്വയർ എന്തായിരിക്കും, ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2 × ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ, അതായത് 2 × x × y 2xy പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ വൈ സ്ക്വയർ. നമ്മൾ രണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, സ്ക്വയറിൻ്റെ ഏരിയാസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ എന്ന് പറയുന്നത് ഒരു സ്ക്വയറാണ്. ഈ സ്ക്വയറിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത് എക്സ് + വൈ ആണ്. ലെങ്ത്തും എക്സ് + വൈ, ബ്രെഡ്ത്തും എക്സ് + വൈ. എക്സ് + വൈ സൈഡുള്ളൊരു സ്ക്വയറാണിത്. അതിൻ്റെ ഏരിയ എന്തായിരിക്കും, സൈഡ് × സൈഡ്, അതായത് എക്സ് + വൈ × എക്സ് + വൈ. എക്സ് + വൈയുടെ സ്ക്വയർ ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ എക്സ് + വൈ എന്നുള്ള സൈഡിനെ എക്സും വൈ എന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണ്. കണ്ട, മുകളിലും എക്സും വൈ, ഇവിടെയും എക്സും വൈ. അല്ലെ, ഇവിടെ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ത് വരും, എക്സ് × വൈ XY എന്ന് വരും. ഇതൊരു സ്ക്വയറാണ്. ഈ സ്ക്വയറിൻ്റെ ഏരിയ വൈ സ്ക്വയർ ആണ്. ഇവിടെ ഒരു സ്ക്വയറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഇവിടെ എക്സ് സ്ക്വയർ. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ്, XY. ഈ ഒരു വലിയ സ്ക്വയറിനെ എക്സ് + വൈ സൈഡിലുള്ളൊരു സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2 റെക്റ്റാങ്കിളും 2 സ്ക്വയറും നമുക്ക് കിട്ടി. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എങ്ങനെ എഴുതാം, നമുക്ക് x² പ്ലസ് എത്ര XY ഉണ്ട്, 1 2 × xy + y സ്ക്വയർ എന്ന് എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനെ ഒരു സ്ക്വയറിൻ്റെ ഏരിയ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുവാണിത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ് + വൈ ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഇല്ലേ, ആ ഇക്വേഷനിൽ വൈക്ക് പകരം എന്ത് കൊടുക്കാം, 1 കൊടുക്കാം. ഇപ്പം y = 1 ആവുകയാണെങ്കിൽ ആ ഇക്വേഷൻ എങ്ങനെ മാറും, എക്സ് + 1 ദി ഹോൾ സ്ക്വയർ എന്ന് മാറും. ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2 × ഫസ്റ്റ് നമ്പറിൻ്റെ സെക്കൻഡ് നമ്പർ, അതായത് എക്സ് × 1 പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ, അതായത് എന്താണ്, 1 സ്ക്വയർ. ഇതിനെ എങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് 2x + 1. നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് നമ്പറിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ എടുക്കുക, തുകയുടെ വർഗ്ഗം എടുക്കുക. അന്നേരം ഒരു നമ്പർ 1 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഈ ഒരു ഇക്വേഷൻ ഇട്ട് ചെയ്യാം. ഒരു നമ്പർ 1 ആണെങ്കിൽ x² + 2x + 1 എന്നുള്ളൊരു ഇക്വേഷൻ ഇട്ട് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കാം. 11ൻ്റെ സ്ക്വയർ, 11ൻ്റെ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 10 + 1 എന്ന് സ്പ്ലിറ്റ് ചെയ്തുകൂടെ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, 10 ആണ്. വൈ എന്താണ്, 1 ആണ്. ഏത് ഇക്വേഷൻ ഇട്ടാൽ മതി, ഈ എഴുതി വെച്ചേക്കുന്ന ഇക്വേഷൻ ഇട്ടാൽ മതി. x², അതായത് 10ൻ്റെ സ്ക്വയർ 10ൻ്റെ സ്ക്വയർ പ്ലസ് 2 × x, അതായത് 2 × 10 പ്ലസ് 1 എന്ത് കിട്ടും, 10ൻ്റെ സ്ക്വയർ എത്ര, 100. 2 × 10 20 പ്ലസ് 1 എന്ത് കിട്ടും, 121 എന്ന് ആൻസർ കിട്ടും. 11ൻ്റെ സ്ക്വയർ എന്താണ്, 121 ആണ്. അന്നേരം വൈക്ക് പകരം 1/2 വരുവാണെങ്കിൽ ഇക്വേഷൻ എന്തായിട്ട് മാറുമെന്ന് നോക്കാം. ഇവിടെ y = 1/2 ഫ്രാക്ഷൻ കൊടുത്തേക്കുക. അതിലെന്ത് വരും, എക്സ് + 1/2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും.
എക്സ് പ്ലസ് 1/2ൻ്റെ സ്ക്വയർ എന്താണ്? ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പറിൻ്റെ സെക്കൻഡ് നമ്പർ, 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/2 പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ 1/2 ഹോൾ സ്ക്വയർ എന്ത് വരും? എക്സ് സ്ക്വയർ. ഇവിടെ 2ഉം ഈ 1/2ഉം കട്ടായി പോയി, ബാക്കി എന്തുകൊണ്ട്? എക്സ് ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/2ൻ്റെ സ്ക്വയർ എന്താണ്? 1/4 ആണ്. 1/2ൻ്റെ സ്ക്വയർ എന്ത്? 1 സ്ക്വയർ ബൈ 2 സ്ക്വയർ, അതായത് 1/4. അതായത് ഒരു നമ്പർ 1/2 ആണെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി? ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ഒരു എക്സാമ്പിൾ നോക്കാം. 1/2ൻ്റെ സ്ക്വയർ എന്തായിരിക്കും? 1 + 1/2 ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ് എന്താണ്? 1 ആണ്. വൈ എന്താണ്? 1/2 ആണ്. ഏത് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 4 എന്നുള്ള ഇക്വേഷൻ എടുത്താൽ എക്സ് എന്താണ്? 1 ആണ്. അന്നേരം 1 സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1/4 എന്ത് വരും? 1 സ്ക്വയർ എന്താണ്? 1 ആണ്. 1 + 1 2, 2 + 1/4 എന്ന് വരും. അതിനെ നമുക്ക് 2 1/4 എന്ന് എഴുതാം. എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/x പ്ലസ് 1/x ഹോൾ സ്ക്വയർ. ഇവിടെ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എക്സും 1/x എന്തായി പോകും? ക്യാൻസലായി. ബാക്കി എന്തുകൊണ്ട്? 2 എക്സ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് 1/x സ്ക്വയർ. 1/x ഹോൾ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? 1 സ്ക്വയർ പ്ലസ്1 സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. 1 സ്ക്വയർ എന്താണ്? 1 തന്നെയാണ്. അന്നേരം 1/x സ്ക്വയർ എന്ന് കിട്ടും. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് 1/x സ്ക്വയർ. ഒരു നമ്പർ എക്സും ഒരു നമ്പർ 1/x ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഇട്ടാൽ മതി. ഇപ്പം 2 ആണെങ്കിൽ 1/2, 3 ആണെങ്കിൽ 1/3, 2 + 1/2 അല്ലെ 3 + 1/3, 4 + 1/4 ഒക്കെ വരുമ്പോൾ ഏത് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി? ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. 2 + 1/2 ഹോൾ സ്ക്വയർ, അതായത് 2 1/2 ഹോൾ സ്ക്വയർ എങ്ങനെ വരും? ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. എക്സ് സ്ക്വയർ, ഇവിടെ എക്സ് എന്താ? 2 ആണ് അല്ലേ. 2 സ്ക്വയർ പ്ലസ് 2 പ്ലസ് 1/2 സ്ക്വയർ എന്ത് വരും? 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും. പ്ലസ് 2 പ്ലസ് 1/2 സ്ക്വയർ, അതായത് 1/4 എന്ന് വരും. ആൻസർ 6 + 1/4 എന്ന് വരും. 6 + 1/4 നമുക്ക് 6 1/4 എന്ന് എഴുതാം. ഇതുപോലെ 3 1/3 സ്ക്വയർ. 3 1/3 സ്ക്വയറിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? നമുക്ക് 3 + 1/3 ഹോൾ സ്ക്വയറിന് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെയുള്ള വർഗ്ഗങ്ങൾ മനസ്സിൽ തന്നെ കണക്കാക്കുക. ഇത് കാൽക്കുലേറ്റ് ദി സ്ക്വയേഴ്സ് ബിലോ ഇൻ ഹെഡ്. നമ്മളിതുവരെ ഏതൊക്കെ ഇക്വേഷൻസാണ് പഠിച്ചത്? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണെങ്കിൽ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2x + 1. എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ ആണെങ്കിലോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4. എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ ആണെങ്കിലോ എക്സ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് 1/x സ്ക്വയർ. ഇത് വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 15ൻ്റെ സ്ക്വയർ. 15ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 15നെ നമുക്ക് 10 + 5 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എന്ത് കിട്ടും? ആദ്യത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ 10 സ്ക്വയർ പ്ലസ് 2 × 10 × 5 പ്ലസ് 5 സ്ക്വയർ. ആദ്യം എഴുതിയ ഇക്വേഷൻ. ഇവിടെ 10ൻ്റെ സ്ക്വയർ എന്ത് കിട്ടും? 100 എന്ന് കിട്ടും. 2 × 10 × 5 എന്താണ്? 100 ആണ്. പ്ലസ് 5ൻ്റെ സ്ക്വയർ 25. ആൻസർ 225 225 എന്ന് കിട്ടും. 15ൻ്റെ സ്ക്വയർ എന്താന്ന് കിട്ടി? 225 എന്ന് കിട്ടി. ഇനി ഇതേ മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 25ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 20 + 5 ഹോൾ സ്ക്വയറിന് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. 25നെ 20 + 5. ഇതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ 33യുടെ സ്ക്വയർ ആണ്. 33 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? 30 + 3 സ്പ്ലിറ്റ് ചെയ്യാം. 30 + 3 ഹോൾ സ്ക്വയർ എന്ത് വരും? = 30യുടെ സ്ക്വയർ എത്ര? 900 പ്ലസ് ഇവിടെ എത്ര കിട്ടും? 180. 2 × 30 × 3
എത്ര കിട്ടും? 180 പ്ലസ് 9 കിട്ടും. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1089 ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 5 1/2 സ്ക്വയർ ആണ്. ഒരു നമ്പർ 1/2 വരുവാണ്. നമ്മൾ ഏത് ഇക്വേഷൻ ഇട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4 അല്ലേ? ഇവിടെ എക്സ് എത്ര? 5 ആണ്. അന്നേരം 5 സ്ക്വയർ പ്ലസ് 5 പ്ലസ് 1/4. 5 സ്ക്വയർ എത്ര? 25. 25 പ്ലസ് 5 30. 30 പ്ലസ് 1/4 അതായത് 30 1/4 എന്ന് ആൻസർ കിട്ടും. ഇനി 10 1/2 സ്ക്വയർ. 10 1/2 സ്ക്വയർ എങ്ങനെ എഴുതാം? 10 പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ നമുക്ക്? 10 പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ് എത്ര ആണ്? 10 ആണ്. ഒരു നമ്പർ 1/2 ആണ്. ഏത് ഇക്വേഷനിൽ ഇടുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4 അല്ലേ? 10 സ്ക്വയർ പ്ലസ് 10 പ്ലസ് 1/4 എന്ന് വരും. 10 സ്ക്വയർ എത്ര? 100. 100 പ്ലസ് 10 110. 110 പ്ലസ് 1/4 നമുക്ക് എങ്ങനെ എഴുതാം? 110 1/4 എന്ന് എഴുതാം ആൻസർ. ഇനി 25 1/2 സ്ക്വയർ. സെയിം മെത്തേഡാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ വൈക്ക് 1 ഇട്ട് കൊടുത്ത് 1/2 ഇട്ട് കൊടുത്ത് അതുപോലെ 1/x ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലേ? അതുപോലെ വൈക്ക് 2 ഇട്ട് കൊടുത്തിട്ട് ഉള്ള ഇക്വേഷൻ എന്തോ നിങ്ങൾ കണ്ടുപിടിക്കണം. അതുപയോഗിച്ച് 22 സ്ക്വയറും 52 സ്ക്വയറും കണ്ടുപിടിക്കുക. പിന്നെ 25 സ്ക്വയർ അവർ തന്നിട്ടുണ്ട്. 27 സ്ക്വയർ നിങ്ങൾ കണ്ടുപിടിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എന്ത് ചെയ്യുക? വൈക്ക് 2 കൊടുക്കുക. വൈക്ക് 2 കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ എന്തോ ആവും? എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ എന്ത് വരും? ഫസ്റ്റിൻ്റെ സ്ക്വയർ എക്സിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ. ആൻസർ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 എന്ന് വരും. ഈ ഇക്വേഷൻ ഇട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ആദ്യത്തെ കണ്ടുപിടിക്കുന്നത് എന്തായിരുന്നു? 22 സ്ക്വയർ. 22 സ്ക്വയർ നമ്മൾ ഒരു നമ്പർ 2 വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുമ്പം 20 പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ആൻസർ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 അല്ലേ? ഇവിടെ എക്സ് എന്താണ്? 20 ആണ്. 20 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 20 പ്ലസ് 4 എന്ന് വരും. ഈക്വൽ ടു 20യുടെ സ്ക്വയർ എന്താ? 400. 400 പ്ലസ് 4 ഇൻറ്റു 20 80 പ്ലസ് 4 എത്ര വരും? 484 എന്ന് വരും. ഇതുപോലെ 52ൻ്റെ സ്ക്വയർ നിങ്ങൾ കണ്ടുപിടിക്കുക. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 50 പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി അവർ 25ൻ്റെ സ്ക്വയർ തന്നിട്ടുണ്ട്. നമ്മൾ 27ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അതിൻ്റെ തേർഡ് പാർട്ട് ക്വസ്റ്റ്യൻ ആണിത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ തേർഡ് പാർട്ട്. 25ൻ്റെ സ്ക്വയർ 625 തന്നിട്ടുണ്ട്. അങ്ങനെയാണ് 27ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? 25 പ്ലസ് 2 എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തൂടെ? 25 പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ. നമുക്ക് 25ൻ്റെ സ്ക്വയർ തന്നിട്ട് 27 കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ 25 പ്ലസ് 2 എന്ന് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. ഇതെന്ത് വരും? 25ൻ്റെ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 25 പ്ലസ് 4. ഇവിടെ എക്സ് 25 ആയതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്തേക്കുന്നത്. എന്നിട്ടുണ്ട് 625. 4 ഇൻറ്റു 25 എന്താണ്? 100 ആണ്. പ്ലസ് 4. ആൻസർ 729 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യനിൽ അവർ 43യുടെ സ്ക്വയർ തന്നിട്ടുണ്ട്.
മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ 43യുടെ സ്ക്വയർ തന്നിട്ടുണ്ട്. 43യുടെ സ്ക്വയർ 1849. നമ്മൾ 44ൻ്റെ സ്ക്വയറും കണ്ടുപിടിക്കണം, 46ൻ്റെ സ്ക്വയറും കണ്ടുപിടിക്കണം. 44ൻ്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ ചെയ്യാം? 43 തന്നിട്ടില്ലേ, 43 + 1 ദ ഹോൾ സ്ക്വയറും ചെയ്യാം. ഒരു നമ്പർ 1 വരുമ്പോൾ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ഇവിടെ എന്താണ്? 43 ആണ്. അന്നേരം 43 സ്ക്വയർ പ്ലസ് 2 × 43 + 1 എന്ന് എഴുതാം. അതായത് 43 സ്ക്വയർ പ്ലസ് 2 × 43 + 1 എന്ന് എഴുതാം. 43യുടെ സ്ക്വയർ അത് തന്നിട്ടുണ്ട്, 1849 പ്ലസ് 2 × 43 എന്താണ്? 86 ആണ്, പ്ലസ് 1 1936 1936 എന്ന് കിട്ടും. ഇനി ഇതുപോലെ 46ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 46ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് 44 + 2 എന്ന് ചിട്ടൂടെ. 44ൻ്റെ സ്ക്വയർ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അന്നേരം 46ന് 44 + 2 ദി ഹോൾ സ്ക്വയർ നമുക്ക് എടുക്കാം. ഒരു നമ്പർ 2 വരുമ്പോൾ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് x² + 4x + 4. ഇവിടെ x എന്താണ്? 44 ആണ്. ഇതിൻ്റെ ആൻസറും കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.